Hello, my dear students. Welcome back to my channel, the Canterbury School of English. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് 6 യൂണിറ്റ് 3ലെ പെർsuasion ആൻഡ് പ്രൊപ്പഗൻഡയുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പെർsuasion ആണ് ഡിസ്ക്രൈബ് ചെയ്തത്. സോ today's session we deals with the propaganda. What do you mean by propaganda? What are the techniques that used in propaganda? What is the significance of propaganda? What are the models of a propaganda? What is the difference between propaganda and persuasion? And as well as the tools employed in propaganda and persuasion. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അന്നേരം നേരത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു ക്ലാസ് ഒന്ന് കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സുകൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനത് ഓഫ് കോഴ്സ് എന്തായാലും അതിൻ്റെ അകത്ത് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അന്നേരം പ്രൊപ്പഗൻഡ എന്താണ്? പ്രചാരണം. Propaganda is a strategic form of communication aimed at influencing opinions, beliefs, or behaviors, often with a political or ideological goals. അന്നേരം ഏതെങ്കിലും രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയോളജിക്ക് ആശയപരമായിട്ടുള്ളയോ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ ബിലീഫ്സിനെ, ബിഹേവിയേഴ്സിനും ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിക് രീതിയാണ് പ്രൊപ്പഗൻഡ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ആശയങ്ങളോ നമ്മളുടെ രാഷ്ട്രീയമായ നിരീക്ഷണങ്ങളോ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരുടെ സ്വഭാവത്തെയോ അവരുടെ വിശ്വാസങ്ങളെയോ അവരുടെ അഭിപ്രായങ്ങളെയോ നമ്മളിലേക്കെന്നുള്ള രീതിയിലേക്ക് അതിനെ അനുനയിപ്പിച്ച് കൊണ്ടുവരിക. ഓക്കെ, അതിനുള്ള പ്രത്യേകമായ രീതിയാണ് പ്രചാരണം എന്ന് പറയുന്നത്, പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. സോ there are different types of propaganda. ബ്ലാക്ക് പ്രൊപ്പഗൻഡ ഉണ്ട്, ഗ്രേ പ്രൊപ്പഗൻഡ ഉണ്ട്, വൈറ്റ് പ്രൊപ്പഗൻഡ ഉണ്ട്. ബ്ലാക്ക് പ്രൊപ്പഗൻഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡിങ് ഫാൾസ് ഇൻഫർമേഷൻ, കൺസീലിംഗ് ദ സോഴ്സ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കാര്യത്തെ പറ്റി പ്രചാരണം നടത്തുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണ്. എന്നോട് ഇങ്ങനെ ഒരാൾ ഇതിനെപ്പറ്റി പറഞ്ഞു, എന്നോട് ഇതിനെപ്പറ്റി ഓക്കെ കള്ളപ്പണ നിക്ഷേപത്തെക്കുറിച്ച്, ഇവിടുത്തെ ഗവൺമെന്റിന്റെ കള്ളപ്പണ നിക്ഷേപത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു. ഇന്നേരം അത് കള്ളപ്പണം എത്രയുണ്ടെന്നോ ആരാണെന്ന് പറഞ്ഞു തന്നോ ഒന്നും പറയാതെ കുറെ ഇൻഫർമേഷൻസ് അങ്ങ് പറയുകയാണ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് പ്രൊപ്പഗൻഡ ഈസ് കാൾഡ് ബ്ലാക്ക് പ്രൊപ്പഗൻഡ. സ്പ്രെഡ് ഫാൾസ് ഇൻഫർമേഷൻ ബൈ കൺസീലിംഗ് ദ സോഴ്സ്. ഇനി ഗ്രേ പ്രൊപ്പഗൻഡ എന്താണെന്ന് വെച്ചാൽ എന്താണ്? അൺക്ലിയർ ആയിട്ടുള്ള ട്രൂത്ത്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യമുണ്ട്, പക്ഷേ അത് അത്ര ക്ലാരിറ്റി ഇല്ല. അത് ഒരു ആംബിഗസ് ആണ്, മീൻസ് അതൊരു വേഗമായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും നമുക്ക് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഗ്രേ പ്രൊപ്പഗൻഡ. അത് ഒരു പരിധിവരെ അൺക്ലിയർ ആണ്, അൺക്ലിയർ ട്രൂത്ത്ഫുൾനെസ് ആണ്. ഇനി വൈറ്റ് പ്രൊപ്പഗൻഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസ് വേരിഫയബിൾ ഇൻഫോർമേഷൻ ഫ്രം ട്രസ്റ്റ് വർത്തി സോഴ്സ്. വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, വേരിഫയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നു. അതാണ് വൈറ്റ് പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. അന്നേരം ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കിട്ടിയ ഗവൺമെന്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലോ നമ്മളോട് സംവദിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റ് പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. സോ there are different types of propaganda: black propaganda, grey propaganda, white propaganda. ഫാൾസ് ഇൻഫർമേഷൻസ് തരുന്നതും അതുപോലെ തന്നെ സോഴ്സിനെ കൺസീൽ ചെയ്യുന്നതുമാണ് ബ്ലാക്ക്. ദെൻ വേഗമായിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അത്ര ക്ലിയർ അല്ലാത്ത, സത്യമാണോ സത്യമല്ലേ എന്ന് നമുക്ക് ക്ലിയർ അല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതും ഗ്രേയാണ്. വൈറ്റ് പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വെരിഫൈ ചെയ്യുന്ന സോഴ്സസ് വളരെ ക്ലിയർ ആണ്, നമുക്ക് പറയുന്ന ഇൻഫർമേഷൻ വളരെ ക്ലിയർ ആണ്, അവരുടെ അതിനുള്ള സോഴ്സസ് ഉണ്ട്. ആ സോഴ്സസ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് വളരെ വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇതിന് പല ഫോമുകളിലൂടെ നമുക്ക് ഈ പറയുന്ന പ്രൊപ്പഗൻഡ നടത്താം.
എന്തെല്ലാം അഡ്വർടൈസ്മെന്റിലൂടെ, സ്പീച്ചുകളിലൂടെ, പോസ്റ്ററുകളിലൂടെ, വീഡിയോകളിലൂടെ, സോഷ്യൽ മീഡിയ വഴി എല്ലാം തന്നെ ഈ പറയുന്ന പ്രൊപ്പഗണ്ട നമുക്ക് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഈ പറയുന്ന കോൺഫ്ലിക്റ്റിന്റെ വാർ ടൈം, ഇലക്ഷൻ ഇതിന്റെയൊക്കെ സമയത്ത് പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന സാധനം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഓക്കെ, അഡ്വർടൈസ്മെന്റ്, സ്പീച്ച്, പോസ്റ്റർ, വീഡിയോ, ബാനർ, സോഷ്യൽ മീഡിയ ഇതിൻ്റെ അകത്തൂടെ എല്ലാം നമ്മൾ നടത്തുന്നത് എന്താണ്? പ്രൊപ്പഗൻഡയാണ്. എസ്പെഷ്യലി ഇൻ ദ ടൈം ഓഫ് വാർ ആൻഡ് ഇലക്ഷൻ ഇത് അനിവാര്യമായിട്ട് എടുക്കുന്ന കാര്യമാണ്. ഇനി there are different techniques involved in propaganda. എന്തൊക്കെയാണ്? appeals to emotions. ഓക്കെ, ഫിയർ, ആങ്കർ, patriotism. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ത്യ ചൈന യുദ്ധം വരികയാണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരുവാണെങ്കിൽ എപ്പോഴും ഇവിടെ ആ ഒരു ടെക്നിക്ക് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മുടെ പെട്രിയോട്ടിസം ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോടുള്ള നമ്മളുടെ കടമകള്, കടപ്പാടുകള്, ആ രാജ്യത്തിന്റെ രാജ്യത്തിന്റെയാണ് എല്ലാം, നമ്മുടെ ശരീരത്തിനോട് ഒഴുകുന്ന രക്തവും മജ്ജയും മാംസവും എല്ലാം എന്ന് പറയുന്നത് എന്താണ്? ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഇമോഷനെ അതിനെ ഭയങ്കര എലിവേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഭയം, ആങ്കർ ഇതെല്ലാം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇമോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് അപ്പീൽസ് ടു ഷേപ്പ് ബിലീവ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. അന്നേരം നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മളുടെ സ്വഭാവത്തെ രൂപീകരിക്കാൻ ഈ പറയുന്ന ഇമോഷനിലൂടെ സാധിക്കും. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് US യൂസ്ഡ് പ്രൊപ്പഗൻഡ ടു എൻകറേജ് വാർ ബോണ്ട് പർച്ചേസസ് ആൻഡ് സപ്പോർട്ട് വാർ എഫേർട്ട്. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് US ആഹ്വാനം ചെയ്തിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ വാർ ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വാറിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വാർ ബോണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? ആ പണം മുഴുവനും എങ്ങോട്ട് കിട്ടും? US ഗവൺമെന്റിന് കിട്ടുകയും ആ പണം ഉപയോഗിച്ച് അവർക്ക് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. സോ അവർ ഉപയോഗിച്ച ഒരു സ്ലോഗൻ എന്തായിരുന്നു? ബൈ വാർ ബോണ്ട്സ് നൗ, കീപ് ഹിം ഫ്ലൈയിങ്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഡ്യൂട്ടിയാണ്, അത് പെട്രിയോട്ടിസത്തിന്റെ ഭാഗമാണെന്ന് ജനങ്ങളെ ധരിപ്പിച്ച് അവർ വെച്ചിരിക്കുകയത്. ഇനി കോൾഡ് വാറിന്റെ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ, കോൾഡ് വാറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റിനെതിരെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സോവിയറ്റ് ഗവൺമെന്റിനെതിരെയാണ് നിന്നത്. സോ US ഗവൺമെന്റ് ദാറ്റ് ഡെപിക്ട് ദ സോവിയറ്റ് യൂണിയൻ ആസ് ത്രെറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു ഭീഷണിയായിട്ടാണ് സോവിയറ്റ് യൂണിയനിലെ കോൾഡ് വാറിന്റെ സമയത്ത് US കണ്ടിരുന്നത്. സോ അങ്ങനെയുള്ളൊരു പ്രൊപ്പഗണ്ടയായിരുന്നു അവര് മുന്നോട്ട് വെച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന US പറഞ്ഞ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു അഗ്രസീവ് ആയിട്ടുള്ള, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇനിമിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ ജനങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഒരിക്കലും ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല. അവർ യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റിയോ ഫ്രീഡമോ പ്രൊവൈഡ് ചെയ്യാത്ത ഒരു കൂട്ടം ആൾക്കാരാണ്. അവർ എന്ന് പറയുന്നത് വളരെ ഒപ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ മാറ്റണം. അത് രാഷ്ട്രങ്ങളും ജനങ്ങളും ഒക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ അവരെല്ലാം ഈ പറയുന്ന സോവിയറ്റ് യൂണിയന് എതിരെ തിരിയുകയാണ്. ഓക്കെ, അതാണ് കോൾഡ് വാറിന്റെ സമയത്ത് നടന്ന ഒരു പ്രൊപ്പഗണ്ട ടാക്ടിക് എന്ന് പറയുന്നത്. ഇനി നാസി ജർമ്മനിയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ദേ പ്രൊമോട്ടഡ് ആര്യൻ സുപ്പീരിയോറിറ്റി ആൻഡ് വിലിഫൈഡ് സർട്ടൻ ഗ്രൂപ്സ് ടു റീഇൻഫോഴ്സ് സ്പെസിഫിക് ഐഡിയോളജീസ്. അവർ ഈ ജൂതന്മാരെ എല്ലാം ഹോളോകാസ്റ്റിലൂടെ ഒക്കെ കൊല്ലാൻ ശ്രമിക്കുകയും ആര്യൻ സുപ്പീരിയോറിറ്റി നിലനിർത്തി, ആര്യൻ വംശജരാണ് അവിടുത്തെ ഏറ്റവും നല്ലത്, ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. അന്നേരം ഈ നാസി ജർമ്മനിയിൽ ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ആര്യൻ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം കൊണ്ടത് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണ്. ജൂതന്മാർ കൊള്ളത്തില്ല, അവരെ കൊല്ലണം എന്നൊക്കെയുള്ള ആഹ്വാനം ചെയ്തത് ഈ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണ്. അന്നേരം ഏതോ അവിടെയുള്ള ആൾക്കാരിൽ ഒരു വിഭാഗത്തെ സുപ്പീരിയർ റേസ് ആയിട്ട് കൊണ്ടുവന്നത് പ്രൊപ്പഗണ്ടയുടെ അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ ഭാഗം ആയിട്ടാണ്. ഓക്കെ, ഈ പ്രചാരണം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ പ്രൊപ്പഗണ്ടയ്ക്ക് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇറ്റ് ക്യാൻ promote positive change or awareness. Propaganda is often linked to manipulation and negative consequences such as promoting harmful or discriminatory ideas. ഒരേ സമയം നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊപ്പഗണ്ടയ്ക്കുണ്ട്. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ജനങ്ങളിലേക്ക് ചേഞ്ച് കൊണ്ടുവരാനും അവർക്ക് അവയർനെസ് കൊടുക്കാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്
ഈ പറയുന്ന പോസിറ്റീവ് പ്രൊപ്പഗണ്ടയും പെടുകയാണ്. പക്ഷെ അതേസമയം നാസി ജർമ്മനിയിലെ ആര്യൻ സുപ്പീരിയോറിറ്റിയെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ ഈ സോവിയറ്റ് യൂണിയന്റെ കാര്യവും അതിനെ ഒരു രാഷ്ട്രത്തെ ഇടിച്ചു താക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ എന്താണ് നെഗറ്റീവ് പ്രൊപ്പഗണ്ടയിൽ പെടുന്നത്. അതൊക്കെ ഒരു അർത്ഥത്തിൽ പറഞ്ഞ ഹാംഫുൾ ആണ്, ഡിസ്ക്രിമിനേറ്ററി ഐഡിയാസ് ആണ്, വർഗീയവൽക്കരിക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഐഡിയാസ് ആണ്. So, what is the critical awareness we have to take? So, it is essential to or recognize the influence of propaganda and critically evaluate the message received. നമ്മൾ കേൾക്കുന്നതെല്ലാം അല്ലെങ്കിൽ തൊട്ടതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ കേൾക്കുന്നതെല്ലാം നമുക്ക് ചുറ്റും നടക്കുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ കേൾക്കുന്നതെല്ലാം സത്യമല്ല. നമുക്ക് കിട്ടുന്ന ഓരോ മെസ്സേജസിനെ നമ്മൾ എന്തെങ്കിലും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് മാത്രമേ നമ്മൾ അതിനെ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ കാര്യമാണ് ഇതിൻ്റെ അകത്തേക്ക് പറയുന്നത്. അന്നേരം നമ്മൾ പറഞ്ഞത് what do you mean by propaganda എന്താന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് propaganda എന്താന്ന് പറഞ്ഞു, ഏതൊക്കെ തരത്തിലുള്ള propaganda ഉണ്ടെന്ന് പറഞ്ഞു, ടെക്നിക്സ് ഇൻവോൾവ് ഇൻ propaganda എന്താണെന്ന് പറഞ്ഞു, എപ്പോഴൊക്കെയാണ് propaganda അവതരിപ്പിക്കപ്പെട്ടത്, വേൾഡ് വാർ സെക്കൻഡ്, കോൾഡ് വാർ, ജർമ്മനിയുടെ നാസി ജർമ്മനി, ഈ ഒരു സമയത്തൊക്കെ propaganda എങ്ങനെയാണ് അവർ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് propaganda, പോസിറ്റീവ് propagandയുടെ നെഗറ്റീവ് യൂസ്, ഇതിന്റെ യൂസേജസിനെ കുറിച്ച് പറഞ്ഞു. എങ്കിൽ പ്രൊപ്പഗണ്ട എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. നമ്മളൊരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നതിന് പകരം നമ്മൾ നമ്മളുടേതായ രീതിയിൽ അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് ആ മെസ്സേജിനെ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. ഇനി the propaganda model. The propaganda model developed by Edward S. Herman and Noam Chomsky explains how mass media shapes public opinion to support powerful interest. So, പ്രൊപ്പഗണ്ട മോഡൽ എന്ന് പറയുന്നത് എഡ്വേർഡ് എസ് ഹെർമാനും നോം ചോംസ്കിയും കൂടെ ഡെവലപ്പ് ചെയ്ത്, നോം ചോംസ്കി ഒരു ലിംഗ്വിസ്റ്റ് ആണ്. ഓക്കെ, അന്നേരം എഡ്വേർഡ് എസ് ഹെർമാനും അതുപോലെ തന്നെ നോം ചോംസ്കിയും കൂടെ ഡെവലപ്പ് ചെയ്തതാണ് പ്രൊപ്പഗണ്ട മോഡൽ. ഇതേയും നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. Who developed propaganda model? ഏതൊക്കെയാണ് എഡ്വേർഡ് എസ് ഹെർമാൻ ആൻഡ് നോം ചോംസ്കി. They explains how mass media shapes the public opinion to support powerful interest. എങ്ങനെയാണ് മാസ് മീഡിയ ജനങ്ങൾക്കിടയിൽ ഒരു പവർഫുൾ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത്, എങ്ങനെയാണ് ഈ പറയുന്ന ടി വി അതുപോലെ തന്നെ പത്രങ്ങള്, റേഡിയോ, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ അവരുടെ അഭിപ്രായം സൃഷ്ടിക്കുന്ന തരത്തിൽ അവർക്ക് മാറാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നതിനെ പറ്റിയിട്ടാണ് ഇവർ പഠനം നടത്തിയത്. They presented in their book Manufacturing Consent. It argues that media serves a light interest by filtering the information to create a consent for policies. So, അവരുടെ 1988 പബ്ലിഷ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കണ്ടന്റ് എന്ന് പറയുന്ന ബുക്കിൽ അവർ പറഞ്ഞ ഇങ്ങനെയാണ്: Media serves a light interest by filtering information to create consent for policies benefiting to those power. അധികാരവർഗത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസേ മീഡിയ പുറത്തു വിടുകയുള്ളൂ. കണ്ടോ, ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് മീഡിയ സെർവ്സ് എ ലൈറ്റ് ഇൻട്രസ്റ്റ് ബൈ ഫിൽറ്ററിംഗ് ഇൻഫർമേഷൻ ടു ക്രിയേറ്റ് കൺസെന്റ് ഫോർ പോളിസീസ് ബെനിഫിറ്റിംഗ് ഫോർ ദോസ് ഇൻ പവർ. പവറിൽ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള പോളിസീസ് എടുക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് മീഡിയ പുറത്ത് വിടും. അങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലാത്തവ എന്ത് ചെയ്യും, അത് ഫിൽട്ടർ ചെയ്ത് വിടും. The model is based on 5 key filters that create institutional biases in media. So, പല രീതിയിൽ ഈ പറയുന്ന ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. 5 തരത്തിൽ നടക്കുന്ന ഫിൽറ്ററുകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡലിൽ പഠിക്കുന്നത്. എന്തൊക്കെയാന്ന് നോക്കാം. ഓണർഷിപ്പ്, അഡ്വർടൈസിങ്, സോഴ്സിങ്, ഫ്ലാഗ് ആൻഡ് ഐഡിയോളജി. ഇത് ഏതൊക്കെയാണ് ചോദിക്കാം, 5 മാർക്കിന് പ്രൊപ്പഗണ്ട മോഡല് ചോദിക്കാം. സോ, ഓണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മീഡിയ ഓണർഷിപ്പ് ഈസ് കോൺസെൻട്രേറ്റഡ് എമംഗ് ലാർജ് കോർപ്പറേഷൻസ് വിച്ച് പ്രൊമോട്ട് എലൈറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് സപ്രസ് ഡിസെന്റ്. അന്നേരം എലൈറ്റ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ പറയുന്ന ഉയർന്ന ആൾക്കാർ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ ഏറ്റവും റിലീജിയസ് ആയിട്ടും എല്ലാം ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക. മീഡിയ ഓണർഷിപ്പ് എന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ലാർജ് കോർപ്പറേഷൻസ് അതുപോലെ തന്നെ എലൈറ്റ് പീപ്പിൾസ്, പവർ പൊളിറ്റിക്സിലുള്ള ആൾക്കാർ, ഇവരെയൊക്കെ എന്തെന്ന് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവരെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ടാണ് മീഡിയ ഓണർഷിപ്പ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സപ്രസ് ദ ഡിസെന്റ്, താഴേക്കുള്ളവർ അവർ അടിച്ചമർത്തുന്നു. സാധാരണക്കാരുടെ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, കോർപ്പറേഷൻസ്, മൾട്ടിനാഷണൽ കമ്പനികൾ, ഇവരെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് മീഡിയ നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഓണർഷിപ്പ്.
എങ്കിൽ അഡ്വർടൈസിങ് എന്താണ്? മീഡിയ റിലൈസ് ഓൺ അഡ്വർടൈസിങ് റവന്യൂ ലീഡിംഗ് ടു കണ്ടന്റ് ഫേവറബിൾ ടു അഡ്വർടൈസേഴ്സ് ആൻഡ് അവോയ്ഡൻസ് ഓഫ് ടോപ്പിക്സ് ദാറ്റ് മൈറ്റ് ഒഫൻഡ് ദം. സോ മീഡിയ എപ്പോഴും നിലനിൽക്കുന്ന അവരുടെ പ്രധാന വരുമാന സ്രോതസ്സായിട്ടുള്ള പരസ്യത്തിലൂടെയാണ്. എങ്കിൽ മീഡിയയ്ക്ക് പരസ്യം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, പൊളിറ്റീഷ്യൻസിലൂടെ, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിലൂടെയൊക്കെയാണ്. എപ്പോഴെങ്കിലും ഇവർക്കെതിരെ ഒരു വാർത്ത വരുമ്പോൾ അവരത് പബ്ലിഷ് ചെയ്യത്തില്ല, അവരത് ഫിൽട്ടർ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു ദ അവോയ്ഡൻസ് ഓഫ് ടോപ്പിക് ദാറ്റ് മൈറ്റ് ഒഫൻഡ് ദം. അവർക്ക് എതിരെ വരുന്ന ഏതെങ്കിലും വാർത്തയുണ്ടെങ്കിൽ ആ വാർത്തകളെ അവർ ഫിൽട്ടർ ചെയ്ത് അവർ അവോയ്ഡ് ചെയ്ത് മാറ്റും. കാരണം അത്തരത്തിലുള്ള വാർത്തകൾ ഇവർക്ക് അന്നം തരുന്ന, അല്ലെങ്കിൽ ഇവർക്ക് ഇൻകം കൊടുക്കുന്ന പത്രമാധ്യമങ്ങൾ, അവരുടെ ആ പത്രമാധ്യമങ്ങൾക്ക് ഇൻകം കൊടുക്കുന്ന കമ്പനികളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഹാനികരമായിട്ട് വരുമെങ്കിൽ അവരതിനെ അഡ്വർടൈസ് ചെയ്യത്തില്ല. So next one is sourcing. Media depends on official sources like government, corporations, creating a bias towards those in power and marginalizing dissenting voice. അതുപോലെ തന്നെ മീഡിയ എപ്പോഴും ഒഫീഷ്യൽ സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഗവൺമെന്റ്, കോർപ്പറേഷൻ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനോടും ഏറ്റവും വലിയ വലിയ കോർപ്പറേറ്റുകളോടും ഇവർക്കൊരു ചായ്വുണ്ടാവും. That creates a power, those in power and marginalizing dissent voice. അതുകൊണ്ട് തന്നെ ഈ അധികാരവർഗത്തിലിരിക്കുന്ന ആൾക്കാർ പറയുന്നത് മാത്രമായിരിക്കും ഇവർ എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ആവശ്യം വേണ്ടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആവശ്യക്കാരുടെ വോയിസസ് അവിടെ കേൾക്കാതാകുകയും ചെയ്യുന്നു. Then flack or the negative responses from the powerful interests when critical information is published, including attacks on credibility and lawsuit discourage dissent. Flack എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Negative response from powerful interest when critical information is published. So powerful ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടി, ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നടന്ന എന്തെങ്കിലും ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നടന്ന ഒരു കറപ്ഷന്, അഴിമതിയെ കുറിച്ചോ നിങ്ങൾ അവിടെ ഒരു വാർത്ത എഴുതുകയാണെങ്കിൽ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ നെഗറ്റീവ് റെസ്പോൺസ് ഉണ്ടായി. ആ നെഗറ്റീവ് റെസ്പോൺസ് കമന്റുകളായിട്ടും എഴുത്തുകളായിട്ടും ഒക്കെ ധാരാളം വരുമ്പോൾ ഇവർക്ക് ഇവർക്ക് ഈ ജേർണലിസ്റ്റിനെതിരെ മീഡിയ വധശ്രമം ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് ജേർണലിസ്റ്റുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമത്തിനെതിരെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വാർത്താ ചാനലിനെതിരെയോ വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടാകും. ഈ വാർത്ത പിൻവലിക്കണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിയമ നടപടികൾ നേരിടേണ്ടി വരാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടും ഇവരിങ്ങനെയുള്ള ഒരു നെഗറ്റീവ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും എന്ന് തോന്നുന്ന വാർത്തകൾ ഇവരെന്ത് ചെയ്യത്തില്ല, അങ്ങനെ പ്രസിദ്ധീകരിക്കത്തില്ല. So negative response from powerful interest when critical information is published. എന്തെങ്കിലും ഒരു critical information പബ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് റെസ്പോൺസിനെ ഓർത്തും ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പഠിക്കുന്നു. Then next one is ideology. Ideology, dominant political and cultural beliefs of media owners and journalists favor the status quo and resist alternative perspective. യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ചായ്വ് ഇല്ലെന്ന് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ചായ്വ് ഇല്ലെന്ന് പറഞ്ഞാലും ശരി, ഏതൊരു വാർത്താ ചാനലിനും അവരുടേതായ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്, ഒരു കൾച്ചറൽ അജണ്ട ഉണ്ട്. ഓക്കെ, ആ ഒരു കൾച്ചറൽ അജണ്ട അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർത്താ ചാനലിൽ എപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ അല്ലെങ്കിൽ പർട്ടിക്കുലർ എന്താ നേതാവിൻ്റെ ഒരു കാര്യങ്ങളായിരിക്കും എപ്പോഴും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പകർന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അന്നേരം ഇവരുടെ ഐഡിയോളജി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അന്നേരം ഈ ഒരു വാർത്താ ചാനലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യൂഷ്വലി എന്ത് പറ്റും, ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് നിങ്ങൾ സ്വാഭാവികമായിട്ട് എത്തിപ്പെടും. കാരണം അതിൻ്റെ അകത്ത് പറയുന്ന മുഴുവനും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, പിന്നെ ഐഡിയോളജി എന്ന് പറയുന്നത് ഡോമിനന്റ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ബിലീഫ് ഓഫ് മീഡിയ ഓണേഴ്സ് ആൻഡ് ജേർണലിസ്റ്റ് ഫേവർ ദ സ്റ്റാറ്റസ് കോ ആൻഡ് റെസിസ്റ്റ് ഓൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്സ്. മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അവർ പറയില്ല. എപ്പോഴും അവരുടെ പാർട്ടി, അവരുടെ നേതാക്കന്മാർ, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇതായിരിക്കും അവർ ഉയർത്തിപ്പിടിക്കുന്നത്. The model suggests that these filters produce media system resistant to change, which serves elite interest and perpetuates social inequalities. ഈ മോഡൽ പറയുന്നത്
that filters produce a media system resistant to change. ഫിൽറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? മീഡിയ സിസ്റ്റത്തിനെ ചേഞ്ചിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യും വിച്ച് സെർവ്സ് എലൈറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് പെർപെച്വേറ്റ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ്. സോ ഇതുവഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലൈറ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക്, അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഹയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഉണ്ട്. ഓണർഷിപ്പ് എന്ന് വെച്ച് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഫിൽറ്റേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയസ് ഉണ്ട് മീഡിയയുടെ. അതാണ് ഓണർഷിപ്പ്, അഡ്വർടൈസിങ്, സോഴ്സിങ്, ഫ്ലാഗ് ആൻഡ് ഐഡിയോളജി. ഓണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന മൾട്ടിനാഷണൽ മീഡിയ ഓണർഷിപ്പ് അത് ഏതെങ്കിലും ലാർജ് കോർപ്പറേഷനെയോ അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയോ അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ളതായിരുന്നു. ഓക്കെ, ഒരിക്കലും അവർ ഈ താഴേക്കുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്നില്ല. അതാണ് ഓണർഷിപ്പ്. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്, റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖല അഡ്വർടൈസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അഡ്വർടൈസിംഗ് കൊടുക്കുന്ന കമ്പനിക്കാര്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവർക്ക് വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വാർത്ത ഉണ്ടെങ്കിൽ അത് അവർ പ്രസിദ്ധീകരിക്കത്തില്ല. സോഴ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് കോർപ്പറേഷന് ഇതിനോട് എപ്പോഴും വാർത്താ ചാനലുകൾക്ക് ഒരു ചായ്വ് ഉണ്ടായും. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വരുന്ന വലിയ രീതിയിലുള്ള വാർത്തകളും ഇവരെന്ത് ചെയ്യത്തില്ല, പ്രസിദ്ധീകരിക്കത്തില്ല. പിന്നെ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ നമ്മൾ ഒരു വാർത്ത കൊടുത്തു, അല്ലെങ്കിൽ വാർത്ത പബ്ലിഷ് ചെയ്താൽ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസസ് എമർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ന്യൂസ് കമ്പനിയുടെ ഓണർഷിപ്പിനെയും ക്രെഡിബിലിറ്റിയും ഒക്കെ ബാധിക്കും. അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരുപാട് പ്രഷർ അതിൻ്റെ അകത്തേക്ക് വരികയാണ്. ഈ വാർത്ത പിൻവലിക്കാനും ഈ വാർത്തയെ സാധൂകരിക്കുന്ന തരത്തിലാക്കാനും പറയുകയാണ്. അതാണ് ഫ്ലാഗ്. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യാറില്ല. ദെൻ ഐഡിയോളജി. ഏതൊരു പത്രപ്രവർത്തകർക്കായാലും അവരുടേതായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അതുപോലെ തന്നെ കൾച്ചറൽ ഐഡിയോളജി കാണും. അത് അവരുടെ വാർത്തകളിൽ റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനോഭാവം തന്നെ മാറ്റിമറിക്കാൻ ഇവർക്ക് കഴിയും. ഓക്കെ, സോ ത്രൂ ദെയർ പ്രൊപ്പഗൻഡ. Despite criticisms that it oversimplifies media dynamics, the model remains a valuable tool for analyzing media's role in maintaining the status quo and shaping society and politics. ഇനി എന്തൊക്കെ ക്രിറ്റിസിസം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഈ പറയുന്ന മീഡിയ ഡൈനാമിക്സിൽ ഈ പറയുന്ന മീഡിയകൾക്ക് ഒരുപാട് റോളുകളുണ്ട്. അവർക്ക് മീഡിയയിലൂടെ ഈ പറയുന്ന സൊസൈറ്റിയിൽ പൊളിറ്റിക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനും സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മീഡിയയിൽ തന്നെ. മീഡിയക്ക് ഇങ്ങനെയുള്ള പോരായ്മകൾ ഉണ്ടെങ്കിലും സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പൊളിറ്റിക്സിൽ ഉള്ള കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത് മീഡിയയാണ്. ഇനി നെക്സ്റ്റ് പ്രൊപ്പഗൻഡ വേഴ്സസ് പെർsuasion. എന്താണ് പ്രൊപ്പഗൻഡ, എന്താണ് പെർsuasion? So, distinguishing propaganda from persuasion can be challenging as both aims to influence thoughts or actions and use similar media like art, TV, radio, and internet. ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പഗൻഡയെ നമുക്ക് പെർsuasionൽ നിന്ന് വേർതിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. രണ്ടും നമ്മളുടെ ആശയങ്ങളെയും നമ്മളുടെ പ്രവൃത്തികളെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും ടിവിയിലൂടെയും മീഡിയയിലൂടെയും റേഡിയോയിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. എങ്കിൽ പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പഗൻഡ ഈസ് മോർ സബ്കോൺഷ്യസ് ആൻഡ് എഫേർട്ട്ലെസ് വൈൽ പെർsuasion ഈസ് കോംപ്ലക്സ് ടു വേ ഇന്ററാക്ഷൻ. പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടി വി കൂടെ ഒരു വാർത്തയിൽ പല ആൾക്കാരുടെയും കാര്യങ്ങളും ചരിത്രവും ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് നിർത്തിയിട്ടല്ല പറയുന്നത്. ഇങ്ങനെ കേട്ട് 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 നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ യാതൊരു എഫേർട്ടും എടുക്കാതെ നമ്മളെ തന്നെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ പെർsuasion എന്ന് പറയുന്നത് അങ്ങനല്ല. ഞാൻ ഒരാളോട് എൻ്റെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ച് അല്ലെങ്കിൽ ഫോണിലൂടെ 1-to-1 ആയിട്ട് സംസാരിച്ച് ഒരു 2-way ഇന്ററാക്ഷനിലൂടെ സംസാരിച്ച് ഞാൻ അവരെ എന്ത് ചെയ്യുന്നു, എന്നിലേക്ക് മാറ്റുന്നു. ഇത് ഇച്ചിരിയും കൂടെ പ്രയാസമേറിയിട്ടുള്ള കാര്യമാണ്. മറ്റേത് എഫേർട്ട്ലെസ് ആണെങ്കിൽ ഇത് ഇച്ചിരി കൂടെ കോംപ്ലക്സ് ആണ്, ഒരു 2-way ഇന്ററാക്ഷൻ പ്രൊസീജിയറാണ്. മറ്റേത് സബ് കോൺഷ്യസ് ആണ്. Persuasion involves open reciprocal communication between the persuader and the audience, allowing free choice and typically benefiting both parties, giving it more positive connotation. Persuasion എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഓപ്പൺ ആണ്, ഒരേ ടൈമിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്ക് അത് റെസിപ്രോക്കൽ ആയിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്.
ഓക്കെ, ഇവിടെ ഒരു ഓഡിയൻസും സ്പീക്കറും ഒക്കെ കാണാം. ഫ്രീ ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, വേണ്ടെങ്കിൽ തിരഞ്ഞെടുക്കണ്ട. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പെർsuasionലൂടെ രണ്ടാൾക്കാർക്കും അവരുടെ വ്യൂ പോയിന്റുകളെ പറ്റി നല്ലൊരു ധാരണ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റിംഗ് ഫോർ ബോത്ത് പാർട്ടീസ്, ഗിവിംഗ് ഇറ്റ് മോർ പോസിറ്റീവ് കൊണറ്റേഷൻ. കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് പെർsuasion സഹായിക്കുന്നു. പെർsuasion എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആണ്, റെസിപ്രോക്കൽ ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിലൂടെ പെർsuaderക്ക് ഒരുപാട് ഫ്രീ ചോയ്സസ് കൊടുക്കാൻ സാധിക്കുന്നു. അദ്ദേഹം ആരെയും തന്നെ നിർബന്ധിക്കുന്നില്ല. ഈ രണ്ട് ആൾക്കാർക്കും പോസിറ്റീവായിട്ടുള്ള കുറെ അർത്ഥങ്ങൾ, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്, സ്പീക്കർക്കും ഓഡിയൻസിനും. ഇനി പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ എന്താണ്? It especially when a group attempts to influence an individual can feel coercive, as it often limits open dialogue and primarily serves as the interest of propagandist. So, ഈ പറയുന്ന പ്രൊപ്പഗൻഡ എന്ന് പറയുന്നാൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഇൻഡിവിജ്വലിനെ അവർ അറ്റംപ്റ്റ് ചെയ്യാണ്, ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അവിടെ അയാൾ ചെയ്യുന്നത് വെച്ചാൽ കൊഹേഴ്സീവ് മീൻസ് അയാള് ഇപ്പം ഞാൻ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ നിങ്ങളുടെ കുറച്ച് മനസ്സിലുള്ള കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാൻ, ഇങ്ങനെ പറഞ്ഞു സബ് കോൺഷ്യസ് ആയിട്ട് വളരെ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞും എടുത്തും ചോദ്യങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും അവരിങ്ങനെ പറഞ്ഞു എടുത്തും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ഒരു ദൈവതുല്യനായിട്ട് പ്രതിഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ വളരെ കളങ്കരഹിതമായിട്ട് പ്രതിഷ്ഠിക്കുന്നു. ഓക്കെ, സോ ഇതാണ് അവരുടെ പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇതൊരു ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവരിക, ജനങ്ങൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യുക, അവര് ഇതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ആവുക, അവരെ ഇഷ്ടപ്പെടുത്തുക, ഇതൊക്കെയാണ് അവരുടെ പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. Although they share similarities, analyzing elements like communication, flow, freedom of choice, and reciprocity helps to differentiate them. എന്നിരുന്നാലും ഇതിന് ഒരുപാട് സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇതിന് രണ്ടിനൊരു ഫ്ലോ ഓഫ് തോട്ട് ഉണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, റെസിപ്രോസിറ്റി ഉണ്ട്, പിന്നെ ഒക്കെ ഉണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇതിന് രണ്ടിലും നമുക്ക് മീഡിയയിലൂടെ കാണാം, ഇതിന് ഇന്റർനെറ്റിലൂടെ ഇത് നമുക്ക് കാണാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഇതിൻ്റെ സിമിലാരിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് എന്ന ഘടകങ്ങളാണ് ചോയ്സ്, റെസിപ്രോസിറ്റി, അതുപോലെ തന്നെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ നോക്കിയിരിക്കുക. ഇതും നമുക്ക് 5 മാർക്കിന് ചോദിക്കാം. എന്താണ് പ്രൊപ്പഗൻഡ, എന്താണ് പെർsuasion. ഇനി നെക്സ്റ്റ് ആണ് ടെക്നിക്സ് ഫോർ പ്രൊപ്പഗൻഡ ആൻഡ് പെർsuasion. എന്തൊക്കെ ടെക്നിക്സുകൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കാം? സോ ഇമോഷണൽ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പെർsuasionലുള്ള പോലെ തന്നെയാണ് ഇമോഷണൽ അപ്പീൽ ഇവിടെ വരുന്നുണ്ട്. ടാർഗറ്റഡ് ഓഡിയൻസിന്റെ ഇമോഷൻസ്, ഫോർ എക്സാമ്പിൾ വളരെ മഹാനായ ഒരു നേതാവ് മരണപ്പെട്ടു. ഓക്കെ, അന്നേരം നേതാവിന്റെ ഒരു പ്രതിച്ഛായ വളരെ വലുതായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ജനങ്ങൾക്കിടയിൽ വളരെ വലുതായിട്ടുണ്ട്. എങ്കിൽ നെക്സ്റ്റ് ഇലക്ഷൻ നടക്കുന്ന അദ്ദേഹം മരണപ്പെട്ട് തൊട്ട് അടുത്ത ഒരു 2 മാസത്തിനകത്ത്, അല്ലെങ്കിൽ 2-2.5 മാസത്തിനടുത്ത് അടുത്ത ഇലക്ഷൻ നടക്കാൻ പോവുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ ഒരു മകൻ ഉണ്ട്. ആ മകൻ ഇതുവരെ ഇലക്ഷനിലൊന്നും വന്നിട്ടില്ല, ഓക്കെ, പൊളിറ്റിക്സിലൊന്നും വന്നിട്ടില്ല എങ്കിൽ ആ മകനെ അവിടേക്ക് റെപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ലൂസിഫർ സിനിമയിലൊക്കെ കണ്ടതുപോലെ ആ ടോവിനോയെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്, അതുപോലെ റെപ്രസെന്റ് ചെയ്യുകയാണ്. അച്ഛന്റെ അതേ ചായയിൽ അച്ഛന്റെ മുടി എങ്ങനെയാണോ കിടന്നത്, അച്ഛന്റെ മീശ എങ്ങനെയാണോ ഇരുന്നത്, അതുപോലെ ജനങ്ങൾക്ക് തോന്നാം ഈ പറയുന്ന വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ നേതാവിന്റെ പ്രതിച്ഛായ. ഇപ്പം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിച്ഛായയിലാണ് എല്ലാവരും പ്രിയങ്ക ഗാന്ധിയെ കാണുന്നത്. സോ ഒരു ഇമോഷണൽ അപ്പീൽ ജനറേറ്റ് ചെയ്യും. സോ ടാർഗറ്റഡ് ഓഡിയൻസ് ഇമോഷൻസ്, ഫിയർ, പിറ്റി, ആങ്കർ, ലവ്, പെട്രിയോട്ടിസം, ഇതെല്ലാം ജനറേറ്റ് ചെയ്യാൻ ഇമോഷണൽ അപ്പീലിന് സാധിക്കും, റാദർ ദാൻ റീസണിങ്. ദെൻ ഇനി അവർക്ക് എന്തൊക്കെ ഫ്ലോസ് ഉണ്ടെന്ന് പറഞ്ഞാലും വൈകാരികമായ ഒരു അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യും? വോട്ട് ചെയ്യും. നെയിം calling discredits opponents by labeling them negatively, creating a bad impression. ഇപ്പം അവരെ മോശമായിട്ടുള്ള പേരുകൾ വിളിക്കുക. ഫോർ എക്സാമ്പിൾ അവർക്ക് എത്ര ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, അവർക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ള രീതിയിൽ ഒപ്പോണന്റ് ആയിട്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. പലപ്പോഴും രാഹുൽ ഗാന്ധി ഈ ഒരു നെയിം കോളിങ്ങിന് വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. Okay, discredit opponents by labeling them negatively, creating bad impression. Then bandwagon suggests that everyone is doing it, creating social pressure to conform to the majority opinion.
ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തു, ജനങ്ങൾ അതൊക്കെ സ്വീകരിച്ചു, ഭയങ്കര അഭിപ്രായമായിരുന്നു ജനങ്ങൾക്ക്. എങ്കിൽ ഓപ്പോസിറ്റ് വന്ന ഒരു പൊളിറ്റീഷ്യൻ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറയണം, "ആ, ഇതൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം, അയാൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ." ഇതൊക്കെ ഇപ്പൊ ദാനധർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ എന്താ ഈ പറയുന്ന പൊതുവിടങ്ങൾ വൃത്തിയാക്കുക, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ചൊന്നും ഒരു കാര്യവും ഇല്ല. ഓക്കെ, അതാണ് ബാൻഡ് വാഗൻ, അവർ ചെയ്ത പ്രവൃത്തി കുറച്ച് കാട്ടുക. ഇനി അടുത്ത ടെസ്റ്റിമോണിയൽസ് യൂട്ടിലൈസസ് എൻഡോഴ്സ്മെന്റ് ഫ്രം സെലിബ്രിറ്റീസ് ഓർ എക്സ്പേർട്സ് ടു പെർsuade ഓഡിയൻസ് ടു അഡോപ്റ്റ് സർട്ടൻ ബിലീഫ്സ് ഓർ ബിഹേവിയേഴ്സ്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമുക്കൊക്കെ ഇപ്പോൾ APJ അബ്ദുൽ കലാമിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ, അദ്ദേഹത്തിന് ഒരു വീരപുരുഷൻ. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫോർമർ പ്രസിഡന്റ് ആയിട്ടോ ഒരു സയന്റിസ്റ്റോ ആയിട്ടോ അതിനേക്കാളും ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. അന്നേരം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം എന്താണ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയ വ്യക്തി, അദ്ദേഹം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അന്നേരം അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വേളകളിൽ അദ്ദേഹം പറയണം, ഇപ്പം ഞാൻ വർക്ക് ചെയ്തത് APJ അബ്ദുൽ കലാമിന്റെ അണ്ടറിൽ സയന്റിസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. വർക്ക് ചെയ്ത അവസരത്തെ ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളും ഇതൊക്കെ പറയുമ്പോൾ APJ അബ്ദുൽ കലാമിനെ ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിനോടും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഇഷ്ടം തോന്നും. ഓക്കെ, സോ യൂട്ടിലൈസസ് എൻഡോഴ്സ്മെന്റ്സ് ഫ്രം സെലിബ്രിറ്റീസ് ഓർ എക്സ്പേർട്സ് ടു പെർsuade ഓഡിയൻസ് ടു അഡോപ്റ്റ് സർട്ടൻ ബിലീഫ്സ് ഓർ ബിഹേവിയേഴ്സ്. ഇനി അതുപോലെ തന്നെയാണ് ഈ ടെസ്റ്റിമോണിയൽസ് വരുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു പൊളിറ്റിക്സിലേക്ക് പുതിയതായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരോട് ചോദിക്കുക, എങ്ങനെയാണ് ജനങ്ങളെ കയ്യിലെടുക്കേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്യും. സോ സെലിബ്രിറ്റീസിനെ കൂട്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് കാണാൻ ഇഷ്ടമുള്ള സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തിക്കാം. അതുപോലെ തന്നെ ആൾക്കാരെ കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഇതുവഴി ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റാം. സോ ബിലീവ്സ് ആൻഡ് ബിഹേവിയേഴ്സിലേക്ക് അടുപ്പിക്കാം. ഓക്കെ, ഇതാണ് ടെസ്റ്റിമോണിയൽസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇസ് ഗ്ലിറ്ററിംഗ് ജനറാലിറ്റീസ്. എംപ്ലോയ് വേഗ് പോസിറ്റീവ് ഫ്രേസസ് ടു ക്രിയേറ്റ് ഫേവറബിൾ ഇംപ്രഷൻ വിതൗട്ട് സ്പെസിഫിക് ഇൻഫർമേഷൻ. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ കൊടുക്കാതെ നമ്മളൊരു വേഗ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി തരും. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് 5 ലക്ഷം രൂപ വീതം ഇട്ട് തരും. നിങ്ങളുടെ ഈ പറയുന്ന പെട്രോൾ ഇന്ധന വില ഞാൻ 20 രൂപയിലേക്ക് കുറയ്ക്കും. ഇതൊക്കെ പറയുന്നത് എന്താണ്, ഗ്ലിറ്ററിങ് ജനറാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയിങ് വേഗ് പോസിറ്റീവ് ഫ്രേസസ്, ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ച് അവരെ വഴിയിലേക്ക് കൊണ്ടുവരിക. ഇനി അടുത്തയാണ് കാർഡ് സ്റ്റാക്കിംഗ്. കാർഡ് സ്റ്റാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് പ്രസൻസ് ഓൺലി വൺ സൈഡ് ഓഫ് ആൻ ആർഗ്യുമെന്റ് വൈൽ സപ്രസിംഗ് ഓർ ഇഗ്നോറിംഗ് കോൺട്രഡിക്ടറി ഇൻഫർമേഷൻ. കാർഡ് സ്റ്റാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രസൻസ് വൺ സൈഡ് ഓഫ് ആൻ ആർഗ്യുമെന്റ്. കാർഡ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആർഗ്യുമെന്റിന്റെ ഒരു വശം മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതേയില്ല. ഓക്കെ, അന്നേരം ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു, നെഗറ്റീവ് സൈഡിനെ കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ടെക്നിക് ഈസ് കാൾഡ് കാർഡ് സ്റ്റാക്കിംഗ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പിന്നീട് നമുക്ക് വരുന്നതാണ് പ്ലെയിൻ ഫോക്സ് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ഫോക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില പരസ്യങ്ങൾ നിങ്ങൾ കാണത്തില്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു വയസ്സായ അപ്പൂപ്പൻ പറയാണ്, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് മുട്ടുവേദന കൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുന്നു. ഇപ്പം ഈ പറയുന്ന പർട്ടിക്കുലർ എണ്ണ തേച്ചപ്പോഴാണ്, അല്ലെങ്കിൽ കുഴമ്പ് തേച്ചപ്പോഴാണ് എനിക്ക് എണീറ്റ് നടക്കാൻ സാധിച്ചത്. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പവുമില്ല, പടികൾ കയറാം, അതുപോലെ തന്നെ എനിക്ക് എത്ര ദൂരം വേണേലും ഓടാം. സോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന്, കോമൺ പീപ്പിളിനെ കൊണ്ടുവന്ന് വളരെ വിശ്വാസയോഗ്യമാകുന്ന തരത്തിൽ നമ്മൾക്ക് മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കുക. ഇതിനെയാണ് പ്ലെയിൻ ഫോക്സ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് അസോസിയേറ്റ്സ് എ പ്രോഡക്റ്റ് ഓർ ഐഡിയ വിത്ത് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമേജ് ഓർ എ സിമ്പിൾ ടു ക്രിയേറ്റ് ആൻ ഇമോഷണൽ കണക്ഷൻ. നമ്മളിപ്പം നിങ്ങൾ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ, ഓക്കെ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയുന്ന ഒരു പരസ്യം ഉണ്ടല്ലോ.
അല്ലേ? സോ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയുന്ന സിഗരറ്റിന്റെ പരസ്യത്തെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസകോശ അർബുദം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം. സോ ഒരു നെഗറ്റീവ് ഇമേജ് കാണിച്ചുകൊണ്ട് നമ്മളിലേക്ക് ചില കാര്യങ്ങൾ ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതുവഴി ഈ പറയുന്ന സ്മോക്കിംഗ് ഹാബിറ്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു പ്രൊപ്പഗൻഡേഷൻ ടൂളാണ്. ഞാൻ അടുത്താണ് ഫിയർ മോങ്കറിങ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ഫിയർ മോങ്കറിങ്? ദിസ് ഈസ് എ ടെക്നിക് ദാറ്റ് പ്ലേസ് ഓൺ പീപ്പിൾസ് ഫിയേഴ്സ് ആൻഡ് ഇൻസെക്യൂരിറ്റീസ് to persuade them to take action or adopt a particular belief. ഒരു ജനങ്ങളുടെ ഫിയർ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇൻസെക്യൂരിറ്റീസ് മുതലെടുത്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ആക്ഷൻസ് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ വിശ്വസിക്കണം എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്താണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മകനെ കാണിക്കുകയാണ്. വളരെ നല്ല പയ്യനായിരുന്നു. അവനാണെങ്കിൽ എന്താ നല്ല രീതിയിൽ പഠിച്ചു എടുത്തു, അവന് നല്ല ജോലി കിട്ടി, അവൻ നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പഠിച്ചത്. പക്ഷേ അപ്പോൾ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ, അവൻ ഹെൽമെറ്റ് വെക്കാതെ വീട്ടിൽ നിന്ന് പോയതാണ്. വണ്ടി ഇടിച്ചു, അവനിപ്പോൾ കിടപ്പായ, അവനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇത് കാണുമ്പോൾ നമുക്ക് എന്താണ്, അയ്യോ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ വണ്ടി ഓടിച്ചില്ല, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് അപകടം പറ്റിക്കഴിഞ്ഞ് ഞാനും ഇതുപോലെ ആയിപ്പോകും. സോ ഒരു ഫിയർ ജനറേറ്റ് ചെയ്യാണ്, ഒരു ഇൻസെക്യൂരിറ്റി ജനറേറ്റ് ചെയ്യാണ്. ആ ഇൻസെക്യൂരിറ്റിയിലൂടെ നമ്മളെ ആക്ഷൻ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഈ പറയുന്ന പോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാനും അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കാനുമൊക്കെ കുറച്ച് ഇമേജസിലൂടെ കുറച്ച് വീഡിയോസിലൂടെ അവർ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലെയിൻ ഫോക്സ് എടുക്കേണ്ട ട്രാൻസ്ഫറും ഫിയർ മോങ്കറിങ്ങും എല്ലാം തന്നെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അന്നേരം കൂടുതലും ജനങ്ങളിലേക്ക് അവയർനെസ് കൊടുക്കുന്ന തരത്തിലുള്ള പ്രൊപ്പഗൻഡയാണ് ട്രാൻസ്ഫറും ഫിയർ മോങ്കറിങ്ങും. അന്നേരം നമ്മൾ പലതരത്തിലുള്ള ടൂൾസിനെ പറ്റി നമ്മൾ ഇന്ന് പറഞ്ഞു. ഇമോഷണൽ അപ്പീൽസ്, ദെൻ നെയിം കോളിംഗ്, ദെൻ ബാൻഡ് വാഗൺ, ടെസ്റ്റിമോണിയൽസ്, ഗ്ലിറ്ററിംഗ് ജനറാലിറ്റീസ്, കാർഡ് സ്റ്റാക്കിംഗ്, പ്ലെയിൻ ഫോക്സ്, ട്രാൻസ്ഫർ, ഫിയർ മങ്കറിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതുള്ളത്. മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എസ് ആയിട്ട് നമുക്ക് പ്രൊപ്പഗൻഡ അതുപോലെ തന്നെ പെർsuasion ഇതിനെക്കുറിച്ച് എസ് ആയിട്ടും ചോദിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി.